ഈ ഡെവലപ്പ് ചെയ്യുമ്പോൾ സാർ എന്തായിരുന്നു മെയിൻ ഒരു അഡ്വാൻറ്റേജ് ആൻഡ് മെയിൻ ചാലഞ്ച് എന്ന് പറയുന്നത് ഈ ചെറുകഥകൾ എപ്പോഴും ഒരു പോയിന്റിനെ പറ്റിയാണ്. നമ്മൾ എവിടെയെങ്കിലും ഒന്ന് സ്പർശിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. അത് വെറും സൂചനകളിൽ കൂടാണ്. അത് മസ്തിഷ്കപരമാകാം അല്ലെങ്കിൽ വൈകാരികമാകാം. ഇവിടെ ഞാനത് സിനിമയാക്കാൻ പോകുമ്പോൾ അതെടുത്ത് നേരെ കോപ്പി ചെയ്യുകയല്ല ചെയ്യുന്നത്. അതിന് പകരം അത് സിനിമയാക്കുന്ന ഞാൻ ചെയ്യുമ്പോൾ അതിന് ഒരുപാട് തലങ്ങളിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അത് ആ കാലഘട്ടത്തെ പറ്റി പറയുന്നു, ആ ജീവിതത്തെ പറ്റി പറയുന്നു, അന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ പറ്റി പറയുന്നു, ജനസമൂഹത്തെ പറ്റി പറയുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെ പറ്റി പറയുന്നു. ഇതെല്ലാം ചേർന്നിട്ടൊരു പ്രത്യേക തരമായിട്ടുള്ള ഒരു ടെക്സ്ചറാണ് ഇതിലുണ്ടാകുന്നത്. അപ്പോൾ ഈ കഥയിൽ നിന്നൊക്കെ നേരെ അങ്ങ് പോകുന്നു. കഥ വളരെ വളരെ ജെന്യുവനായതുകൊണ്ട്, വളരെ ആർജവമുള്ള കഥകളായതുകൊണ്ട് അതിലേക്ക് ഇത് ചേർത്ത് കഴിഞ്ഞാൽ, ഇതിങ്ങനെ വികസിപ്പിച്ച് കഴിഞ്ഞാൽ അതും അതിൻ്റെ ഭംഗി കൂടുതൽ വർദ്ധിച്ച് തിളങ്ങേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ ട്രിക്ക്. എപ്പോഴെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഇത് ഇങ്ങനൊരു സാറിൻ്റെ ക്രിയേറ്റീവ് ഇൻസ്റ്റിങ്ക്റ്റും അതുമാതിരി കഥയിലുണ്ടായിരുന്നപ്പോൾ ആ റൈറ്ററിൻ്റെ ക്രിയേറ്റീവ് ഇൻസ്റ്റിങ്ക്റ്റും ഇത് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം ഈ സാധാരണ ആളുകൾ ചെയ്യുന്നത്, ഇതെടുത്ത് സാധാരണ ആളുകൾ ശ്രമിക്കുന്നത് ഈ കഥയോട് വളരെ നീതി പാലിക്കുക എന്ന് പറയും. അങ്ങനെ നീതി പാലിക്കാനല്ല ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ നീതി പാലിക്കുന്നുണ്ട്. നീതി പാലിക്കുന്ന അതിൻ്റെ അക്ഷരങ്ങൾ അതേമാതിരി കോപ്പി ചെയ്തിട്ടല്ല, അതിൻ്റെ സ്പിരിറ്റ് എടുത്തിട്ടാണ്. എന്തുകൊണ്ട് ഈ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ ഉത്തരമാണ്, അതിൻ്റെ വ്യാഖ്യാനമാണ് എൻ്റെ സിനിമ. തകഴി സാറിന് മറ്റുള്ള നോവൽ കയറൊക്കെ അതിലേക്ക് ഒരു ഇൻസ്റ്റൻസ് എടുത്ത് ചെയ്യാൻ സാറിന് തോന്നിയിട്ടുണ്ടായിരുന്നു? കയർ വളരെ വളരെ ബൃഹത്തായിട്ടുള്ള ഒരു വർക്കാണ്, വലിയ ക്യാൻവാസിലുള്ളതാണ്. അത് സിനിമയ്ക്ക് പറ്റിയിട്ടുള്ളതല്ല. ഞാൻ നോവലുകളെ എടുക്കാറില്ല. ഇപ്പോൾ 2-3 പ്രാവശ്യം ഞാൻ കഥകൾ എടുത്തിട്ടുണ്ട് പലരുടെയും, ബഷീറിൻ്റെയും സക്കറിയുടെയും പിന്നെ ഇപ്പോൾ തകഴിയുടെയും. ഒന്നുപോലും നോവലല്ല. അതിൻ്റെ കാരണം എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനുണ്ട് ഇതിനകത്ത്. അതിനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്ന സ്ഥലം, അത് എനിക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടുകൂടി എൻ്റെ സ്വന്തം ഒരു ആശയം വികസിപ്പിച്ച്, ഒരു ആശയബീജത്തിൽ നിന്ന് വികസിപ്പിച്ച് സിനിമയാക്കുന്നത്, അതേ പ്രക്രിയ ഈ കാര്യത്തിലും ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ചെറുകഥകൾ എടുക്കുന്നത്. ആ കാലഘട്ടത്തിൽ സാറിൻ്റെ നാടിൻ്റെ അടുത്തുള്ള ഒരു ഇതായിരുന്നു സാറിന് അതൊരു ഇൻഫ്ലുവൻസ് ആയിട്ടോ ഈ ചലച്ചിത്രത്തെ ഒരു കരിയർ തുടങ്ങുന്ന സമയത്ത് ഒരു അല്ല, തകഴിയും ബഷീറും ഒക്കെ, കേശവദേവ്, തകഴി, ബഷീർ, ഉറൂബ്, ഇവരൊക്കെ ഞാൻ വായിച്ച് വളർന്ന എഴുത്തുകാരാണ്. അതാണ് ആ കാലഘട്ടങ്ങളിൽ ഒരുപാട് മനസ്സിനെ സ്വാധീനിച്ച എഴുത്തുകാരാണ്. ഇപ്പം നമുക്ക് ഭയങ്കര കേമായിട്ട് അന്ന് തോന്നിയിരുന്ന അത് പലതും വായിച്ചാൽ അത് തോന്നുന്നില്ല. ചിലപ്പോൾ അതും തോന്നും. ചില പ്രശസ്തമായ കൃതികൾ പോലും ചിലപ്പോൾ അത്ര നമ്മളെ ഇപ്പോൾ വായിക്കുമ്പോൾ നമ്മൾ ഞാൻ രസത്തിന് വേണ്ടിയിട്ട് 50 കൊല്ലം കഴിഞ്ഞ ചില കൃതികളൊക്കെ എടുത്ത് വായിച്ച് നോക്കിയിട്ടുണ്ട്. ചില കൃതികൾ വളരെ ഗംഭീരമായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോഴും. അതിൽ പെടുന്നതാണ് ഈ കഥകൾ ശരിക്കും പറഞ്ഞാൽ. തകഴിയുടെ പുതിയ ചിത്രത്തിൽ ഈ ക്യാരക്ടർ ആക്ടേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ സാറിൻ്റെ സ്ഥിരം ഒരുപാട് നല്ല നടന്മാർ സാറ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് BK നായർ സാറാണെങ്കിലും കരമന സാറുണ്ടായിരുന്നെങ്കിലും ഒടുവിൽ ചേട്ടൻ, വെമ്പായം തമ്പി, ഇവരെല്ലാവരും ഇപ്പോൾ ഇല്ല. അപ്പോൾ ഈ പുതിയ ആൾക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെയായിരുന്നു സാർ അത് സെലക്ഷൻ പ്രോസസ്സ്? അത് ഞാൻ ഒന്നുകിൽ അവരുമായിട്ട് ഏതെങ്കിലും ചെറിയ ചില പടങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവാം. ഇനി ചിലപ്പോൾ ഇപ്പോൾ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ പോലുള്ള ഒരാൾ പല സിനിമകളിൽ അദ്ദേഹത്തിന് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു മുഖമാണ്. ഈ മനുഷ്യനെ നമുക്കൊന്ന് കാസ്റ്റ് ചെയ്യണമല്ലോ എന്ന് കുറേ കാലം ആലോചിച്ചതിൻ്റെ ഫലമായിട്ടാണ്. അല്ല, കഥാപുരുഷൻ അത്ര വലിയതല്ല റോൾ. കഥാപുരുഷനിൽ അദ്ദേഹമായിട്ട് വർക്ക് ചെയ്തപ്പോഴാണ് ആളിനെ എനിക്ക് ശരിക്കും അടുത്തറിയുന്നത്. അപ്പോൾ ഇയാൾ പറ്റിയ റോൾ വന്നതാണ് ഈ നിഴൽക്കുത്തിൽ. അങ്ങനെ സംഭവിച്ചതാണ്. സ്വയംവരം മുതൽ ഇങ്ങോട്ടുള്ള കഥകൾ നോക്കിക്കഴിഞ്ഞാൽ, സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് വന്നുപോയി. ഒരുപാട് പേര് വന്നുപോയി. പുതിയ ആൾക്കാരെ എടുക്കുമ്പോൾ എങ്ങനെയായിരുന്നു അത്? അവർ ഈ കഥാപാത്രത്തിന് യോജിച്ചവരാണോ എന്നുള്ളതാണ് പ്രധാന പരിഗണന. അപ്പോൾ തന്നെ പ്രവീണ, ഇപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട റോൾ അഭിനയിക്കുന്ന പ്രവീണ പിന്നെ ഒരു കാലത്ത് നായികയായിരുന്നു മലയാളത്തെ സിനിമയിൽ. എന്നിട്ട് അവർ വിവാഹം കഴിച്ചിട്ട് അങ്ങ് മാറി നിന്നതാണ്. അപ്പോൾ ഇങ്ങനെ പലരെയും ഈ റോളിന് വേണ്ടി ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോഴൊന്നും ആ റോളിൽ അങ്ങോട്ട് ചേരുന്നില്ല. ഇങ്ങനെ വന്നപ്പോൾ ഈ ഒരു മുഖം മനസ്സിൽ വന്നു. അങ്ങനെ ഉടനെ തന്നെ കുക്കു പരമേശ്വരനോട് പറഞ്ഞിങ്ങനെ കണ്ടുപിടിക്കണോ ഒരാളിനെ ട്രേസ് ചെയ്ത് തന്നു. വിളിച്ചപ്പോൾ വലിയ സന്തോഷമായിട്ട് വന്നു. അപ്പോൾ എനിക്ക് തോന്നി പിന്നെ പ്രവീണ എന്ന് പറഞ്ഞൊരു നടിയെ രണ്ടാമത് നമ്മൾ റീഡിസ്കവർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ. അതെ, ഇപ്പോൾ നെടുമുടി വേണു ഒരുപാട് പടങ്ങളിൽ അഭിനയിച്ച ആളാണ്. പക്ഷേ നെടുമുടി വേണുവിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട് ഈ പടത്തിനകത്ത്. ഒരു കൺകൊത്തി മാത്തു എന്ന് പറഞ്ഞ ഒരു പോലീസുകാരനായിട്ട് കാണേണ്ടതാണ്. അങ്ങനെ അതുപോലെ തന്നെ മനോജ് കെ ജയൻ, ഇന്നും ഒരാൾ എന്നോട് പറഞ്ഞു, മനോജ് കെ ജയൻ ഒരു പിന്നെ വില്ലൻ കഥാപാത്രങ്ങൾ അഭിനയിക്കുന്ന ആളാണല്ലോ,
ഇയാളെ എങ്ങനെ ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ട് ഞാൻ കാസ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, മനോജ് കെ ജയൻ നല്ല ഒന്നാം തരം ഒരു സുന്ദരനാണ്. അങ്ങനെ നല്ല ആകാര സൗന്ദര്യമുള്ള ഒരാളിനെ വേണം എനിക്ക് ആ റോളിൽ. പയ്യനും പോരാ, അയാൾ ഇച്ചിരി മെച്യൂരിറ്റി ഒക്കെ വന്ന ഒരാളാണ്. ആ ഒരു പുരുഷനായിട്ടുള്ള ആ റോളിൽ അതിന് ഏറ്റവും യോജിച്ച ഒരു ക്യാരക്ടറിനെയാണ് ഞാൻ തിരഞ്ഞെടുത്തത്.